ചേർക്കുന്ന വോട്ടുകൾക്ക് തന്നെ കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ, അത് ചേർക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. അതുകൊണ്ടാണ് സീനിയർ നേതാക്കന്മാർക്ക് തന്നെ ജില്ലകളിൽ ചാർജ് കൊടുത്തുകൊണ്ട് SIRൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മാസം തന്നെ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കാനും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഫെബ്രുവരിയിൽ വോട്ടർ പട്ടികയുടെ ഫൈനൽ പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ ചേർക്കേണ്ട വോട്ടുകളൊക്കെ ചേർക്കണം എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഈ 2 ദിവസത്തെ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു. പിന്നെ 2 രാഷ്ട്രീയ എതിരാളികളുണ്ട് തവണ, മാർക്സിസ്റ്റ് പാർട്ടിയും BJP. അവർ തമ്മിൽ തന്നെ അന്തർധാരകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങണമെന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നുള്ള ക്യാമ്പിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ഗോവിന്ദൻ മാഷ്, ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നതാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാഷ് 2-3 ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ്, ഒന്ന് മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ. ഇപ്പോൾ അങ്ങനത്തെയാണ്. കാരണം 100 സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ് UDF അല്ല LDF പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ സ്ഥലത്തിൻ്റെ തറക്കല്ലിടും. ഞങ്ങൾ ഇലക്ഷന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന വീടുകൾ പൂർത്തിയാക്കും. ഡെഡ് ലൈൻ പറയാൻ പറ്റില്ല. ഞാൻ ഇത്ര ദിവസം സർക്കാരിൻ്റെ പണി ഞാൻ ഇന്നലെ കണ്ടു. അടുത്ത കാലത്തൊന്നും പൂർത്തിയാവില്ല. വർക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും അടുത്ത ആഴ്ച പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ സൗകര്യം അനുസരിച്ച് അവർ വന്ന് തറക്കല്ലിടും. അത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് തുടങ്ങും. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു ക്രിറ്റിസിസം ഞങ്ങൾക്കെതിരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഈ ചർച്ച തുടക്കം തന്നെ കുറിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. അത് അടുത്ത ആഴ്ച തന്നെ തറക്കല്ലിടും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച 1 കോടിയിൽ പരം രൂപ അവർ KPCCക്ക് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ചാനലിലൊക്കെ വന്ന വാർത്തയാണ്. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ. ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട്. അല്ല, അതിപ്പോൾ അവരാണല്ലോ തീരുമാനം. ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും, BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും, ഞങ്ങളുടെ ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഞാൻ പക്ഷേ പറയുന്നത് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു അന്തർധാരയുടെ മണമുണ്ട്. അതേ ഞാൻ പറഞ്ഞു. അല്ലേ ശ്രീലേഖ, അതിപ്പോൾ അവരുടെ പാർട്ടിക്കകത്ത് എന്നുള്ള വഴക്കാണ്. അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിനെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളായിട്ട് ഭരണത്തിന് ഞങ്ങൾ അട്ടിമറിക്കില്ല, ജനവിധി ഞങ്ങൾ അട്ടിമറിക്കാനില്ല. പക്ഷേ അംഗങ്ങൾ കാലുമാറിയാലും വോട്ട് ചെയ്ത് താഴെപ്പോയാൽ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. ഈ തിരുവനന്തപുരം നഗരപ്രദേശങ്ങൾ മുരളിയേട്ടൻ നന്നായി അറിയുന്ന സ്ഥലങ്ങളാണ്. ഇപ്രാവശ്യം BJP അവിടെ കോർപ്പറേഷൻ പിടിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവർ നേടിയ 50 സീറ്റിലും 40 സീറ്റിലും കോൺഗ്രസ്സാണ് 3ാം സ്ഥാനത്ത്. അപ്പോൾ ഇത്തവണ അത് തിരിച്ചു വരാൻ പറ്റുമോ? ഞാൻ പറയാം, ഞങ്ങൾ ജയിച്ച 19 സീറ്റുകളിൽ 3 സീറ്റ് കഴിഞ്ഞ 3ാം സ്ഥാനത്ത് പോയ സീറ്റുകൾ. അതിപ്പോൾ ഏറ്റവും ഈ ഇലക്ഷൻ കാലത്ത് ചർച്ചാ വിഷയമായി മുട്ടട സീറ്റ് ഉൾപ്പെടെ 2020 ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയതാണ്. പട്ടം ഞങ്ങൾ 3ാം സ്ഥാനത്തായി. അപ്പോൾ അങ്ങനെയുള്ള അതിന്നാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്കിത് മറികടക്കാൻ കഴിയും. അപ്പോൾ നിയോജകമണ്ഡലം വൈസ് നോക്കിയാൽ നേമത്തും കഴക്കൂട്ടത്തുമാണ് സിറ്റിയിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. മറ്റേ 2 സീറ്റിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്കത് തിരിച്ചു വരാൻ കഴിയുന്ന അവസ്ഥയില്ല. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ ലോക്സഭയിൽ 8000 വോട്ട് LDFന് BJPക്ക് ലീഡായിരുന്നു. ഇപ്പോൾ ഞങ്ങളും BJP ആയിട്ട് 5700 വോട്ടിൻ്റെ ഡിഫറൻസുകൾ അത് കുറയുന്നുണ്ട്. അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കനകോലുവിൻ്റെ റിപ്പോർട്ടിനോടൊപ്പം തന്നെ മറ്റ് സർവേകളും ഞങ്ങൾ പരിഗണിക്കും. ഇപ്പോൾ ഞാൻ തെലങ്കാനയിലെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നതാണ്. കനകോലുവിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, മറ്റ് സർവേകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഒരു 3-4 സർവേ നടത്തി അതിൽ കോമൺ ആയി വരുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റം. അല്ലാതെ ഒരാൾ റിപ്പോർട്ട് തന്നാൽ ഉടനെ അതങ്ങ് കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന സിസ്റ്റം കോൺഗ്രസിലില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് സ്ട്രാറ്റജി തീരുമാനിക്കുക. അത് ഞങ്ങൾ ഏതാണ്ട് സ്ട്രാറ്റജി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. അല്ല, അവരൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് വളരെ ആവശ്യപ്പെടും. എല്ലാ പാർട്ടിക്കാരും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നില്ലേ? CPM ഉണ്ടല്ലോ, റിപ്പോർട്ട് ആവശ്യപ്പെടുമല്ലോ. സർവേ, റിപ്പോർട്ടല്ല സർവേ. ആ സർവേ എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരാളുടെ സർവേ മാത്രമല്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയുകയാണ്. ശിവൻകുട്ടി നേമത്ത് മത്സരിക്കാനില്ല എന്ന് പറയുന്നതിലും കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മാത്രം മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നതിലും ചില അന്തർധാരകളുണ്ട് എന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ് കെ മുരളി. ഇതിനൊപ്പം കനകോലും മാത്രമല്ല പല ആൾക്കാരും അത്തരത്തിൽ സർവേ റിപ്പോർട്ട് തരുന്നുണ്ട്. എല്ലാം കൂടി ചേർന്ന അതിൽ കോമൺ പോയിന്റ് എടുക്കുകയാണ് എന്നും കെ മുരളീധരൻ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.